അടിപൊളി സൈസ്. എൻ്റെ കൈ നോക്കി, ഇതൊരു പോക്കറ്റിൽ കരിമീനും കൂടി ഉണ്ട് കേട്ടോ. അതിനെ കൂടി ചത്തോ? നമുക്ക് ഇതൊന്നും അതെങ്ങനെ, അത് ഇരിക്കുന്ന സ്ഥലം ശരിയല്ല. പിന്നെ ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തുവലയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിലോട്ട് പോയേക്കാം. ഓക്കെ, ഇതെങ്ങനെ ക്രോസ് ആണോ ഇടണം സാംകുട്ടി? കാര്യ പേടിയാണോ എല്ലാവർക്കും ഇപ്പം വന്ന് എനിക്ക് വേണ്ടി ഞാൻ ചത്തവിടുന്ന പോലും എന്നെ എടുക്കത്തില്ല. ലിഞ്ചനോട് കേട്ടാ അറിയാം. ലിഞ്ചേട്ടൻ പറയാം കാര്യം എഴുതി പേപ്പർ എഴുതിയിട്ടാണ് അടിപ്പൊക്കെ വലിച്ചോ. ഇവിടെ അത്രയും വലിച്ചു കൊണ്ട് അവിടത്തെ വിട്ടു. അവിടെ ഇതവിടെ പൂത്ത് അധികം ഉണ്ട്. ഇവിടെ പൊക്കമല്ല. ആ പൊക്കത്തിന് പല ടൈപ്പ് തർക്കമാണോ? ഒരു കാര്യമുണ്ട് കേട്ടോ. കാര്യം ഒരു കാര്യം പറയുന്നത് മല വെക്കാൻ നമ്മൾ കാലത്തിന് ഇഷ്ടം പോലെ മീൻ കാണും. കാരി കാണും. കാരി വരാല് കാരി കാണും അല്ലേ? ഡേഞ്ചർ. കുറച്ച് നാളുടെ കാരിയാണ് ഇവിടെ ഡേഞ്ചർ കളി. ഇനി നനക്കാൻ പോണോ വെള്ളം? മടലൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് അനക്ക്. നമ്മളിപ്പോൾ വല സെറ്റ് ചെയ്തേക്കുന്നുണ്ട് ഏകദേശം അവിടെ ആ ഒരു പാലം കാണുന്നില്ലേ ആ സൈഡിൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഈ ദൂരം ഇവിടം വരെ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അനക്കി വിടും. അപ്പോൾ ഇവിടെയുള്ള മീനെല്ലാം അങ്ങോട്ട് പോയിട്ട് ആ വലയിൽ അങ്ങ് ട്രാപ്പാവും. അപ്പോൾ നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഒരാൾ പോയി എന്താ നോക്കാം. ഞാൻ കണ്ടില്ല. കാണിച്ചതാ അടിപൊളി. സൈസ് ഉണ്ടല്ലേ? അത്യാവശ്യം സൈസ് ഉണ്ട്. എടുത്തിട്ടോ ഇവിടെ വെച്ചേക്കാം. അപ്പൊ അതിനകത്ത് കിടന്നോളൂ, പോകത്തില്ലേ ഇത് പോക്കറ്റിലോ? പിന്നെ എന്നെ പിടിക്കാതെ വീട്ടിൽ വല ഉണ്ടായിരുന്നല്ലോ. പിന്നെ എടുക്കാൻ നേരമാണ് അതിന്റെ പാട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല കരിമീനാന്ന് പറഞ്ഞില്ല. അതെന്താ കേബിളാണോ പോയിരിക്കുന്നത്? വെള്ളോ പൈപ്പല്ലേ? വാളയുണ്ടോ അവിടെ? അതൊരു നോക്കായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ആ ക്രോസ് വല ഇട്ടേക്കുന്നതിൻ്റെ അടുത്തൊക്കെ അറിയും അവിടെ പോലെ. ചാടിയടാ കരിയുമ്പോഴത്തെ അത് അവന്റെ മുന്നോട്ട് ചാടി. ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോകത്തില്ല. ഏകദേശം നമ്മളെ ആ കുത്തുവലയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി അത് മാറ്റി നോക്കണം അതിനകത്ത് മീൻ വല്ലതും ഉണ്ടോ എന്ന്. എന്തായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം എന്താവുമെന്ന്.
ഞാനും എക്സൈറ്റഡ് ആണ് ഭയങ്കരമായിട്ട്, എന്തൊക്കെ മീൻ അതിനകത്ത് കാണുമെന്നൊക്കെ. വല നമുക്ക് പതിയെ അങ്ങോട്ട് പൊക്കാം കേട്ടോ. ഇത് താഴെ നോക്കും അല്ലേ, താഴെ നോക്കിയിട്ട് അത് മൊത്തം കവർ ചെയ്ത് വെക്കും. കൊള്ളാം കൊള്ളാം കൊള്ളാം. അനക്കം വല്ലതും ഉണ്ടോ വലയ്ക്ക്? വരാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. വരാല് വേണ്ട, കരിമീൻ മതി. ഓ അടിപൊളി ഒരു കരിമീനുണ്ട് അതിനകത്ത്. ആ നല്ല സൈസ് കരിമീനുള്ളൂ. ആഹാ അതാണ് ഞാൻ ആലോചിക്കുന്നത്, നല്ല സൈസ് കരിമീൻ, അടിപൊളി. കരിമീൻ കരിമീൻ. ആഹാ ഉള്ളു വലിയുന്ന നേരെ വശം വരാല് ഒരു വരാലുണ്ടെന്ന് തോന്നല്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, ഒരു വരാലിനെ കണ്ടു. ഇവിടെ എന്താ പറയുന്നത്, വലക്കകത്താണോ? അതെ വലക്കകത്താന്ന് തോന്നുന്നു. കാരിക്കുഞ്ഞുണ്ട്, അടിപൊളി ഒരു കരിമീൻ, നല്ല സൈസുണ്ട്. കൈ വെച്ചാൽ അതിൻ്റെ സൈസ് കൃത്യമായിട്ട് അറിയത്തുള്ളൂ അല്ലേ? ഇങ്ങോട്ട് മാറ്റി കൈ വെച്ചോടാ. എൻ്റെ മോനെ അടിപൊളി സൈസ്. എൻ്റെ കൈ നോക്കി, ഈ സൈസ് ഉണ്ട്. മോനെ മോനെ തിരിഞ്ഞു പോയാൽ കണ്ടത്തിലാ പോകാണ്ട് തിരിഞ്ഞു നിൽക്കാൻ. അതെ, ഇതിന് ഇവിടെ വെച്ചേക്കട്ടെ. ഇതെങ്ങനെ എൻ്റെ കൈ പോവും. കൈ വേണേ കീറി പോവില്ലേ, അതുപോലെ ബ്ലേഡാന്ന് തോന്നുന്നു എൻ്റെ. നാടൻ വരാല് അടിപൊളി. ഞാൻ ഈ സൈഡിലോട്ട് ഇരിക്കല്ലേ. രണ്ടെണ്ണം കണ്ടിട്ടു പ്രതീക്ഷയൊന്നും ഇല്ല. അപ്പം ശരിയല്ല. ഇവര് ഞങ്ങൾ കഴിഞ്ഞ വരാലിനെ ഗ്രില്ലടിക്കുന്ന വീഡിയോ കയറാം, അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പോക്കറ്റിൽ കരിമീൻ എന്തി, ഒരു പോക്കറ്റിൽ കരിമീനും കൂടി ഉണ്ട് കേട്ടോ. അതിനെ കൂടി ചത്തോ? നമുക്ക് ഇതൊന്നും ഇല്ലാതെ അതെങ്ങനെ, അത് ഇരിക്കുന്ന സ്ഥലം ശരിയല്ല, പിന്നെ പെട്ടെന്ന് യാത്തില്ലേ. പിന്നെ ശ്വാസം മുട്ടുമോ? ഇല്ല, ശ്വാസം മുട്ടും. ആ അടിപൊളി ജീവനുണ്ട്. മണപ്പിച്ച് നോക്കുന്നത് ഓക്സിജൻ കൊടുത്താ. ഇനി ഒന്നുകൂടി ഇടുന്നുണ്ടോ? ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഇത്ര കിട്ടിയുള്ളൂ കേട്ടോ. 2 സൈസ് കരിമീനും ഒരു വരാലിനെയും കിട്ടി. ഇനി നമുക്കിത് അടുത്ത സ്പോട്ടിൽ മാറ്റിയിടാം, അപ്പോൾ കുറച്ചുകൂടി കിട്ടും. നമുക്കത് പോവാം, അത് വലയിലാക്കി വെള്ളത്തിലോട്ട് ഇടും. അപ്പം പെട്ടെന്ന് ചത്തു പോകത്തില്ല. ഈ കമ്പെടുത്താണ് ഇവരെ, ഞാൻ കമ്പെടുക്കാം. വലയുടെ ഇങ്ങനെ അറ്റത്തെ കമ്പ് കുത്തി വെക്കണം. കുറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് വിഷനൊന്നും കിട്ടിയില്ല.
വേറെ മാൻ ഇവിടെ വന്ന് വീശിട്ട് ആ വലിയ വാള പോകുന്നു. ആ അതെ. ഞാൻ പറഞ്ഞ ചിലപ്പോൾ അടുത്ത വല സെറ്റ് ചെയ്യാൻ പോകുന്നു ഇവിടെ കേട്ടോ. മുമ്പേ നമ്മൾ ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ വല സെറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് സൈഡും മാറി മാറി നമുക്ക് ചെയ്യാം. അങ്ങനെ ഈ സൈഡിൽ വല സെറ്റായിരുന്നു കേട്ടോ. നേരത്തെ ചെയ്ത സെയിം പരിപാടി തന്നെ. നമ്മുടെ പിള്ളേരെല്ലാം അവിടെ പോയിട്ട് വെള്ളത്തിന് കൊടുക്കും. അപ്പോൾ അവിടുന്ന് മീനെല്ലാം വന്ന് ഈ വലയിൽ ട്രാപ്പാവും. ഞാൻ പറയുന്നത് കാറ്റടിക്കുന്നതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനെ വലയുടെ അടുത്തെത്തി. എന്തൊക്കെ അനക്കമുണ്ട് കേട്ടോ വലയ്ക്കകത്ത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനി വല അൺബോക്സ് ചെയ്ത് നോക്കാം. കുറ്റി 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 വരാലല്ലേ അത്? ഞാൻ പറഞ്ഞില്ലേ വരാറുണ്ടെന്ന്. ഏതാടാ? അരിവാളോ? രണ്ട് നാടൻ വരാൽ അടിപൊളി. അച്ഛൻ നമ്പർ ഇല്ല ജോയിന്റെ. ഇതായിരുന്നു കേട്ടോ നമുക്കിന്ന് കുത്തുവല വെച്ചപ്പം കിട്ടിയ മീൻ. 2 കരിമീനുണ്ട്, ബാക്കി മൊത്തം വരാല. അപ്പോൾ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്